Hi guys, അപ്പോൾ ഇന്നത്തെ വീഡിയോ വേറെ ഒന്നല്ല ഒരു ഷീറ്റ് മാസ്ക് എങ്ങനെ നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യുന്നുള്ളതിൻ്റെ ആ ഒരു ഗൈഡൻസ് ആണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിൽ കിടക്കാം. അതിന് മുമ്പ് കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് ശ്രദ്ധിക്കാനുണ്ട്. അപ്പോൾ അതെന്തൊക്കെയാണെന്നുള്ളത് ഞാൻ പറയാം. അപ്പോൾ ഞാനാണെങ്കിൽ ഇവിടെ ഷെയർ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആ ഒരു ഇതാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഇപ്പോൾ നിങ്ങളിലുള്ളവർ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്നൊന്നും എനിക്കറിയില്ല. അപ്പോൾ ഞാൻ എൻ്റെ ആ ഒരു മെത്തേഡാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ ഞാനിവിടെ എടുക്കുന്നത് ലാക്മീൻ്റെ ആ ഒരു ബ്ലഷ് ആൻഡ് ഗ്ലോ ആണ് എടുക്കുന്നത്. നിങ്ങൾക്ക് കാണാൻ പറ്റും കിവിൻ്റെ ആ ഒരു പിക്ചറൊക്കെ ഇതിലുണ്ട്. അപ്പം ഞാൻ ചെയ്യുന്ന ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എപ്പോഴും എൻ്റെ സ്കിന്നിൽ ഏതെങ്കിലും ഒരു ടോണർ അതല്ലെങ്കിൽ ഒരു മോയ്സ്ചറൈസറും കൂടി ഞാൻ തേച്ചതിന് ശേഷം മാത്രമായിരിക്കും ഞാൻ എന്തെങ്കിലും ഒരു സാധനങ്ങൾ അപ്ലൈ ചെയ്യാറുള്ളത്. കൂടുതൽ മോയ്സ്ചറൈസർ എന്നല്ല, അതായത് വേറെ ബ്രാൻഡും കാര്യങ്ങളൊന്നുമല്ല, ജസ്റ്റ് ഒരു ഇത്തിരി അലോവേറ ജെല്ലും അതുപോലെ തന്നെ നമ്മളുടെ ഏതെങ്കിലും സാധാരണ ഒരു ടോണർ കാര്യങ്ങളുണ്ടാവുമല്ലോ, അപ്പോൾ അതായിരിക്കും ഞാൻ യൂസ് ചെയ്യാറുള്ളത്. അപ്പോൾ നമുക്ക് എന്തായാലും ഫസ്റ്റ് സ്റ്റെപ്പിലേക്ക് കിടക്കാം. അതിന് മുമ്പ് ഈ സാമഗ്രികളെല്ലാം ഞാൻ ഊരിയൊന്ന് വയ്ക്കട്ടെ. അപ്പോൾ ഞാൻ എൻ്റെ കമ്മലും അതുപോലെ മുടിയൊക്കെ ആണെങ്കിലും ഞാൻ എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും തുടങ്ങാം. അപ്പോൾ ഞാൻ ഓൾറെഡി അലോവേറ ജെല്ല് ചെറുതായിട്ട് എൻ്റെ സ്കിന്നിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഞാൻ ഈ രണ്ടാമതും ഇടാൻ വേണ്ടി നോക്കണില്ല. അപ്പോൾ രണ്ടാമത് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു ടോണർ അടിക്കുകയാണ്. ചെറുതായിട്ട് മതി, ജസ്റ്റ് ഒരു ഇത്തിരി ആയിട്ട് മാത്രം ചെയ്യുക, ജസ്റ്റ് ഡാബ് ചെയ്ത് മാത്രം കൊടുക്കുക. അപ്പോൾ ഇത്ര മാത്രമേ നമുക്ക് ആവശ്യം. അതിന് ശേഷം നമുക്ക് നമ്മുടെ മാസ്ക് അപ്ലൈ ചെയ്യാം. അതിന് മുമ്പ് ഈ മാസ്കിൽ കുറേ ജെല്ലുകളും ബാക്കി ഇങ്ങനെ ഓരോ മുക്കിലും മൂലയിലൊക്കെ കിടക്കുന്നുണ്ടാവും. അപ്പോൾ അതിനെ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഇതാക്കി വെച്ച് കഴിഞ്ഞാൽ എല്ലായിടത്തേക്കും അത് ആയിക്കോളും. അതിന് ശേഷം അത് ഇങ്ങനെ ഒരു ഇതിലേക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ ആയിക്കോളും. അപ്പോൾ നമുക്കിത് എന്തെങ്കിലും ഓപ്പൺ ചെയ്യാം. പാടാണല്ലോ. അപ്പോൾ ഞാനിങ്ങനെ ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കിത് അപ്ലൈ ചെയ്യാം. പിന്നെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ഓവർ സെൻസിറ്റീവ് സ്കിന്നുള്ള ആൾക്കാരൊക്കെ യൂസ് ചെയ്യുമ്പോൾ ഒന്ന് നോക്കിയതിന് ശേഷം മാത്രം യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. കാരണം എല്ലാ പ്രൊഡക്ട്സും ചിലപ്പോൾ അവർക്ക് പറ്റിയെന്നില്ല. കാരണം എനിക്കാണെങ്കിലും മുമ്പ് ഞാൻ ഇതുപോലെ തന്നെ ലാക്മീൻ്റെ വേറൊരെണ്ണം യൂസ് ചെയ്തപ്പോൾ എനിക്കൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു, ചെറുതായിട്ടൊരു ഇറിറ്റേഷൻ ഉണ്ടായിരുന്നു. പിന്നെ അതിന് ശേഷം കുഴപ്പമുണ്ടായിരുന്നില്ല. ഇതെൻ്റെ ഫസ്റ്റ് ടൈമാണ് കിവിൻ്റെ ആ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യണത്. ഇതിന് മുമ്പ് ഞാൻ പിന്നീട് യൂസ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ വാട്ടർമെലനാണ്. അതെനിക്ക് കുഴപ്പമുണ്ടായിരുന്നില്ല, നല്ലതായിരുന്നു. അപ്പോൾ എന്തായാലും ഇത് യൂസ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇത് അപ്ലൈ ചെയ്തതിന് ശേഷം 15 മിനിറ്റ്സ് നമുക്ക് എന്തായാലും ഇത് ഫേസിൽ തന്നെ വെച്ചേക്കണം. അതിന് ശേഷമാണ് ഇത് റിമൂവ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ എന്തായാലും നമുക്കിത് ഓപ്പൺ ചെയ്ത് ഫേസിൽ വയ്ക്കാൻ നോക്കാം. ഇങ്ങനെയാണ് വന്നിരിക്കുന്നത്. നമുക്കിതിനെ ഒന്ന് നിവർത്തി നോക്കാം. സാധനം നിവർത്താനാണ് ഇത്തിരി പാട്. അങ്ങനെ ഞാനിത് ഫുള്ളായിട്ട് ഇതിലൊട്ടിച്ച് എനിക്ക് കട്ട് ചെയ്യാനൊക്കെ മടിയായിട്ട് വയ്യ. കാരണം ഞാൻ ഇവിടെ നിന്ന് കട്ട് ചെയ്യുന്നില്ല. കട്ട് ചെയ്ത് കറക്റ്റായിട്ട് നമുക്ക് ഇവിടെ വെക്കാനൊക്കെ പറ്റും. ഇവിടെ നിന്ന് ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് വലിച്ച് ഇങ്ങനെ വയ്ക്കാം. എനിക്കതൊന്നും ചെയ്യാനൊന്നും വയ്യ, മെനക്കെട്ട പണി. അപ്പോൾ ഇനി ഇതിൻ്റെ ഉള്ളിൽ കുറച്ച് എക്സസ് ആയിട്ടുണ്ടാവും. അതൊക്കെ നമുക്ക് പുറത്തേക്ക് എടുത്തിട്ട് ഈ മേലിൽ തന്നെ അപ്ലൈ ചെയ്യാം. കുറച്ചൊരു ബാക്കി വയ്ക്കാൻ നമുക്ക് ലാസ്റ്റ് വേണമെങ്കിൽ മസാജ് ചെയ്യുന്ന സമയത്ത് എടുക്കാൻ പറ്റും. നല്ല സ്മെല്ലുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇത് ഇത്രത്തോളം എടുത്തിട്ടുണ്ട്. ഇനി ജസ്റ്റ് ബാക്കിയുള്ളതൊക്കെ നമ്മൾ കഴുത്തിലും നമ്മുടെ കയ്യിലൊക്കെ തേച്ച് വയ്ക്കാം. അങ്ങനെ നമുക്കിതൊരു 15 മിനിറ്റ്സിന് ശേഷം നമുക്ക് നോക്കാം. ഞാനപ്പോൾ കാണിക്കാം.
ഓൾറെഡി അതിനൊക്കെ റിമൂവ് ചെയ്തു. എൻ്റെ ഫേസിൽ ചെറുതായിട്ടെങ്കിലും ഒരു ഗ്ലോ കാണാം. ജസ്റ്റ് ഒരു 1 ടൈം യൂസ് മാത്രമേ ഉള്ളൂ ഇതിനൊക്കെ ഉണ്ടല്ലാണ്ട് വേറെ കാര്യങ്ങളൊന്നും നമുക്ക് ഉണ്ടാവാനൊന്നും പോകുന്നില്ല. ആ ഒരു ടൈമിൽ കുറച്ച് ഗ്ലോയും കാര്യങ്ങളൊക്കെ കിട്ടും. എന്നാലും സംഭവം നമുക്ക് എവിടെയെങ്കിലുമൊക്കെ പോകണ സമയത്തും കുറച്ച് ദിവസം മുമ്പൊക്കെ ചെയ്യുമ്പോൾ കുറച്ചും കൂടി നല്ല റിസൾട്ട് നമുക്ക് കുറച്ച് ദിവസത്തേക്ക് ആ ഒരു ഗ്ലോ ഫീൽ ചെയ്ത് നമുക്ക് നിൽക്കുകയും ചെയ്യും. അപ്പോൾ ഇതിൽ ഞാൻ ലാസ്റ്റ് ഇതിൽ വന്നിട്ടുണ്ടായിരുന്നു കുറച്ചൊക്കെ ഇങ്ങനെ എടുത്തതാണ്. ഇപ്പം ഞാൻ കുറേയൊക്കെ ഇങ്ങനെ ഫേസിൽ കുറച്ച് ദിവസം ഇങ്ങനെ പതുക്കെ റബ്ബ് ചെയ്തോളൂ. വല്ലാണ്ട് ഒരിക്കലും ഇങ്ങനെ ഇട്ടൊന്നും സ്ക്രബ് ചെയ്യാൻ പാടില്ല ഈ ഒരു സാധനത്തിന് ശേഷം. പിന്നെ കൂടുതലായിട്ട് ഇപ്പോൾ നമ്മുടെ ഫേസിലുണ്ടല്ലോ കുറച്ച് കഴിയുമ്പോൾ ഇത് ഓൾറെഡി അബ്സർവ് ആയിപ്പോവും. അല്ലാണ്ട് ഇങ്ങനെ ഇരിക്കുന്ന കാരണം ചിലവർക്കൊരു ഇറിറ്റേഷനൊക്കെ ഉണ്ടാവും. അങ്ങനെയുള്ള ആൾക്കാർ ഇതുപോലത്തെ ഏതെങ്കിലും നമ്മളുടെ ടവൽസ് എന്തെങ്കിലും വെച്ചിട്ട് ജസ്റ്റ് ഡാബ് ചെയ്തിട്ട് അതിനെ റിമൂവ് ചെയ്ത് കളയാം. പിന്നെ ഞാനാണെങ്കിലും ഇത് കട്ട് ചെയ്യില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായി. പക്ഷെ ഞാൻ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഒരു ഭാഗത്തേക്ക്. ഇപ്പോൾ ഞാൻ നോക്കിയപ്പോൾ കുറേ നേരമായിട്ട് ഇതിങ്ങനെ അഴിഞ്ഞു പോലെയായിരുന്നു. അപ്പോൾ ലാസ്റ്റ് ഞാൻ കട്ട് ചെയ്തിട്ട് അങ്ങനെ കറക്റ്റായിട്ട് വയ്ക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇനി ആരെങ്കിലും ഞാനിത് പറഞ്ഞതിന് ശേഷം എന്താ പറയുക ഞാൻ പിന്നെ കട്ട് ചെയ്തല്ലോ കട്ട് ചെയ്യണില്ല എന്ന് പറഞ്ഞിട്ട് ചോദിച്ച് വരണ അതുകൊണ്ട് പറഞ്ഞതാണ്. അപ്പോൾ എന്തായാലും ഇതിൽ കുറച്ചും കൂടി കാര്യങ്ങൾ ശ്രദ്ധിക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ആ ഒരു ബാക്ക് സൈഡിൽ നമുക്ക് ഓൾറെഡി ഏതൊരു പ്രൊഡക്ട്സിനാണെങ്കിലും കോഷൻ അവർ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ ജസ്റ്റ് അതൊന്ന് വായിച്ച് നോക്കി വെക്കുക. അപ്പോൾ അതിൽ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ സ്കാർസും അതുപോലെ ഇറിറ്റേറ്റഡ് ആയിട്ടുള്ള ആ ഒരു സ്കിന്നും ചിലവരുടെ പിമ്പിൾസും കാര്യങ്ങളൊക്കെ വന്നതിന് ശേഷം പൊട്ടലും കാര്യങ്ങളൊക്കെ മുഖത്ത് വന്നിട്ടുണ്ടാവും. അങ്ങനെയുള്ള ആൾക്കാർ ഒരിക്കലും ഇത് ഫേസിൽ അപ്ലൈ ചെയ്യരുതെന്നാണ് അവർ പറയണത്. അതുപോലെ കണ്ണിൻ്റെ ഉള്ളിലേക്ക് അഴിഞ്ഞ് എത്രയും പെട്ടെന്ന് കഴുകി കളയാനാണ് പറയണത്. പിന്നെ ഇതിലും എഴുതിയിട്ടുണ്ട് സ്റ്റോറിനെ കൂൾ ആൻഡ് ഡ്രൈ പ്ലേസ് എന്ന്. അപ്പം ഞാനാണെങ്കിലും ഇത് യൂസ് ചെയ്യുന്നതിനെക്കാട്ടും ഒരു മിനിറ്റ് മുമ്പ് അല്ലെങ്കിൽ 2 മിനിറ്റ് മുമ്പായിട്ട് ജസ്റ്റ് ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒന്ന് തണുപ്പിച്ചെടുക്കും. അപ്പോൾ നമുക്ക് ഫേസിൽ വയ്ക്കുമ്പോൾ കുറച്ചും കൂടി നല്ലൊരു ഫീല്, അതായത് തണുപ്പ് ഇങ്ങനെ വരുമ്പോൾ നല്ലൊരു എഫക്റ്റീവായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. അപ്പോൾ അതും കൂടി വെക്കുന്നത് നല്ലതായിരിക്കും. അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ വെക്കാൻ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ അങ്ങനെ യൂസ് ചെയ്തൊക്കെ നോക്കി നോക്കാം. അപ്പോൾ ഏകദേശം എൻ്റെ ഫേസിലത്തെല്ലാം ഉണങ്ങി. പിന്നെ ബാക്കിയുള്ളത് ഞാനൊരു കോട്ടൺ തുണി വെച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒപ്പി അതിനെടുത്ത് കളയുകയും ചെയ്തു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി നമ്മൾ ഫേസ് കഴുകിയൊന്നും യൂസ് ചെയ്യരുത്. കാരണം ഇത് യൂസ് ചെയ്തതിന് ശേഷം കഴുകി കഴിഞ്ഞ് പിന്നെ അതിൻ്റെ ആ ഒരു എഫക്റ്റീവ് ഉണ്ടാവില്ല. അപ്പോൾ കഴുകണ്ട. നമ്മളിപ്പോൾ രാത്രിയാണ് അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പം ഞാൻ രാത്രിയാണ് അപ്ലൈ ചെയ്യണത്. ഇനിയിപ്പോൾ ഞാൻ വേറൊന്നും ചെയ്യണില്ല എൻ്റെ ഫേസിൽ. അതുപോലെ തന്നെ ഡയറക്റ്റായിട്ട് പോയിട്ട് ഇനി കിടന്നുറങ്ങുക അത്രയേ ഉള്ളൂ. അല്ലാണ്ട് വേറൊന്നും ചെയ്യില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ആർക്കെങ്കിലും ഒക്കെ യൂസ്ഫുള്ളായിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ എന്തായാലും നെക്സ്റ്റ് വീഡിയോ ആയിട്ട് എന്തായാലും വരാം. അപ്പോൾ എല്ലാവർക്കും ടാറ്റ. പിന്നെ മസ്റ്റായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇനി എന്തെങ്കിലും ഞാൻ പറയാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് എന്തായാലും ഡിസ്ക്രിപ്ഷൻ നമ്മൾ ചെക്ക് ചെയ്യണത് നല്ലതായിരിക്കും. അപ്പം ഞാൻ അതിൽ ടൈപ്പ് ചെയ്ത് എന്തായാലും വിട്ടുവയ്ക്കാം. അപ്പം ടാറ്റ.